ഹായ് ഹലോ എല്ലാവർക്കും ഷെറൂസ് ഫുഡ് ഗാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പനീർ കൊണ്ട് ഒരു അടിപൊളി 4 മണി പലഹാരമാണ് പനീർ പക്കോട. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പനീർ ഒരു കപ്പ് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞ് ഒരു കപ്പ്, പിന്നെ കടല മാവ് അത് 4 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ, റവ 2 ടേബിൾ സ്പൂൺ. ഇത് എത്ര എടുക്കുന്നത് വെച്ചാൽ 2 ഒരുപോലെ എടുക്കുക. പിന്നെ ഉപ്പ് ആവശ്യത്തിന്, വെജിറ്റബിൾ മസാല 1.5 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. ഇത്ര സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാനിതൊരു ബൗളിലേക്ക് ഇതെല്ലാം ഇടുകയാണ്. കടലമാവ്, ഈ പനീറെല്ലാം മുക്കാൻ പാകത്തിന് അത് ഓർത്താൽ മതി. റവ, വെജിറ്റബിൾ മസാല, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി ഇതിപ്പോൾ കലക്കുമ്പോൾ ഒരുപാട് വെള്ളമാവാൻ പാടില്ല, ഒരുപാട് കട്ടിയാവാനും പാടില്ല. അത് മുക്കി പനീറിൽ ഇതൊക്കെ പിടിക്കണമല്ലോ, അപ്പം അത് മുക്കിയിട്ട് അതിലേക്ക് ഇടാൻ പാകത്തിന് വേണം നമുക്കത് കലക്കിയെടുക്കേണ്ടത്. ഈ ഒരു കൺസിസ്റ്റൻസി. എന്നിട്ട് നമുക്കതിലേക്ക് പനീറിടാം. എല്ലായിടത്തും 4 സൈഡിൽ നന്നായിട്ട് പറ്റണം. പനീർ ഫുള്ള് നമുക്കിതിലേക്ക് ഇടാം. ഇനി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിതിട്ട് വറുത്ത് കോരിയെടുക്കാം. ഓരോന്നായിട്ട് മുക്കി എല്ലാ സൈഡിലും പറ്റുന്ന രീതിയിൽ വേണം ഇടാൻ. നല്ല ടേസ്റ്റാണ്. പനീറിൻ്റെ സ്വാദിഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടമാവും. ഡീപ്പ് ഫ്രൈ അല്ല നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ എന്തായാലും അത് ഫുള്ള് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്കും നമുക്കത് വറുത്ത് കോരിയെടുക്കാം. അത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടുക. നമുക്കിത് എടുക്കാം. ഇത് കണ്ടോ, എല്ലാ സൈഡും നന്നായിട്ട് ആയിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കിതിങ്ങനെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇടാം. പ്ലേറ്റിൽ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇടുക. ശേഷം ചൂട് ഒത്തിരി ആറിയാൽ
അതിനേക്കാളും ടേസ്റ്റ് ചൂടോടെ, ചെറിയ ചൂടോടെ കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മുടെ പനീർ പക്കോട നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നാളെ 1 മണിക്ക് നമുക്ക് വീണ്ടും കാണാം.